കുറെ കാലം നിങ്ങളുടെ പുറകിലാണ് ഫുൾ ഫാമിലി ആയിട്ട് നിങ്ങൾ വരികയെന്ന് പറഞ്ഞു. വലിയില്ല നിങ്ങളെ കാണുമെന്ന് പറഞ്ഞപ്പോ എല്ലാരും പുറപ്പെട്ടാണ്. നമസ്കാരം, ഞാൻ രാഹുൽ വാണിമ്പാറ. പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഒരു പ്രശസ്ത വ്യക്തിക്കൊപ്പാണ്, ലിൻസൺ സി തോമസിനൊപ്പമാണ്. അതായത് നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയാം, അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും സുപരിചിതനാണ്. അതായത് മലയാളികൾക്ക് അല്ലെങ്കിൽ കേരളക്കരയ്ക്ക് ഒരു പുതിയ മുഖമായിട്ട് സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി എന്നൊരു പുതിയൊരു ആശയം കൊണ്ടുവന്ന ഒരുപാട് പേരുണ്ടായിരിക്കാം, പക്ഷെ പ്രശസ്തിയായ ഒരു വ്യക്തിയാണ്. നമസ്കാരം. നമസ്കാരം. കുറെ നാളായി താങ്കളുടെ പുറകിൽ നടക്കുന്നു, കണ്ടുമുട്ടാൻ സാധിച്ചില്ല. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്ക് ഒരുപാട് ഇതുപോലുള്ള വീഡിയോകൾ അറിയാൻ താല്പര്യമുണ്ട്. എന്താണ് ഇങ്ങനൊരു മേഖല തെരഞ്ഞെടുക്കാൻ കാരണം? കാരണം എന്ന് വെച്ചാൽ ഇതിപ്പോ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് നാളായി, ഇതിവിടെ ഉണ്ടായിരുന്നില്ല. അതാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ മെയിൻ കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ ഇംഗ്ലീഷുകാരൊക്കെ ഇത് ചെയ്യാറുണ്ട്, UK-ലും അമേരിക്കയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചത് ഇതിവിടെ ആരും തുടങ്ങാത്ത മലയാളികളെ നടി കിട്ടുന്നുള്ള പേടി കൊണ്ടാണെന്ന് വിചാരിച്ചു. അങ്ങനെ അത് കാരണമാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം. ഞാൻ വിചാരിച്ചു നമുക്ക് തുടങ്ങി നോക്കാം, എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കാന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്തതാണ്. അതല്ലേ, അതായത് ഇതിനു മുമ്പ് ഇതിങ്ങനെ തുടങ്ങുന്നതിന് മുമ്പ് സ്റ്റഡി നടത്തിയിട്ടുണ്ടോ വിദേശ രാജ്യങ്ങളിലൊക്കെ? അങ്ങനെ എന്തെങ്കിലും പോയി കാണുക അങ്ങനെ എന്തെങ്കിലും? ഇല്ല, നമ്മൾ വീഡിയോസ് തന്നെയാണ് കണ്ടിരുന്നത്. പിന്നെ ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലാണ് ഞാൻ ആദ്യം പോസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. അതിനെപ്പറ്റി ഞാൻ കുറച്ച് പഠിച്ചിരുന്നു, കണ്ടന്റ് എങ്ങനെയൊക്കെ ഇടാനെന്നൊക്കെ ഞാൻ കുറച്ച് റിസർച്ച് ചെയ്തിരുന്നു ശരിക്കും. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അതെ. നമ്മുടെ വീട് എവിടെയായിരുന്നു? എന്റെ വീട് തൃശ്ശൂര് അന്തിക്കാടാണ്. അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയായിരിക്കും, ഞാൻ മിക്ക വീഡിയോയിലും പറയാറുണ്ട്. ഇങ്ങനെ അന്തിക്കാടാണ് വീട്. അന്തിക്കാടിന്റെ പെരിങ്ങോട്ടുകാരിയാണ് ജനിച്ചു വളർന്നൊക്കെ, അന്തിക്കാടിക്ക് മാറി, അങ്ങനെയാണ്. അതേപോലെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ പല ആളുകൾ ഇപ്പോൾ നമുക്കിപ്പോൾ നമ്മളൊക്കെ ചാനലുമായിട്ട് ഇന്റർവ്യൂ പോകുമ്പോൾ പല സ്ഥലത്തും പ്രേക്ഷകർ സഹകരിക്കാത്ത ഒരു സംഭവമുണ്ട്. അങ്ങനെ വല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടോ? സഹകരിക്കാന്ന് വെച്ചാൽ ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ടൊന്നുമില്ല. നമ്മൾ പോയി ചോദിക്കുമ്പോൾ ഒന്നില്ലെങ്കിൽ സമയം ഉണ്ടാവില്ല, ചില ജോലിക്കൊക്കെ പോകുന്ന സമയത്തായിരിക്കും. അപ്പോൾ വേണ്ടാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറച്ച് പ്രൈവസി ഇഷ്യൂ ഉള്ളവര് വേണ്ടാന്ന് പറയും, അത് നമുക്ക് നിർബന്ധിക്കാൻ പറ്റില്ല. തീർച്ചയായും അങ്ങനെ. അപ്പൊ അങ്ങനെ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയൊരു ഫോളോവേഴ്സ് ആയില്ലേ? ഇപ്പൊ ഏകദേശം എത്ര ഫോളോവേഴ്സ് ആയി? ഇപ്പോ 6 ലക്ഷം ഫോളോവേഴ്സ് ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലായിട്ടുണ്ട്. അതെ, അങ്ങനെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഈ ഒരു വീഡിയോവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയല്ല, പ്രേക്ഷകർക്ക് അറിയാം, നിങ്ങൾ പോകുന്ന ഓരോ സ്ഥലവും അറിയുന്നുണ്ട്. ഇപ്പൊ ഏതൊക്കെ രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്? ഇപ്പൊ ഞാൻ രാജ്യം എന്ന് പറയാൻ ഇങ്ങനെ UAE പോയിട്ടുണ്ട്, പിന്നെ തായ്ലൻഡ് പോയിട്ടുണ്ടായിരുന്നു. അടുത്ത വീഡിയോസിനൊക്കെ നല്ല റീച്ചാണ് കേട്ടോ പുറത്തുനിന്ന് എടുക്കുമ്പോ. പിന്നെ ഇന്ത്യയിൽ ഏകദേശം എല്ലായിടത്തും പോയിട്ടുണ്ട്. അങ്ങനെ നമ്മള് മലയാളം വിട്ട് ഏതെങ്കിലും ഭാഷ പറഞ്ഞ ആൾക്കാർക്ക് ഇഷ്ടമാണ്, കാരണം എനിക്ക് ആ ഭാഷ അറിയില്ല, തപ്പിപ്പിടിച്ച് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഓക്കെ, എങ്ങനെയാണ് ഇത്? 2 ഡബിൾ ക്യാമറയിലാണല്ലോ കാണുന്നത്. അപ്പൊ ഒന്ന് പ്രേക്ഷകർക്ക് കൂടുതൽ ആൾക്കാർ നമ്മുടെ ഫേസ് കാണുന്നില്ല. നിങ്ങൾ കാണുന്ന വീഡിയോ ഇതിലാണ് എടുക്കുന്നത്. നമ്മളിങ്ങനെ തൂക്കിയിട്ടിട്ട് ഇത് റെക്കോർഡ് ചെയ്തതിലാണ്. ഞാൻ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരെ മാത്രമേ കാണുള്ളൂ, എന്നെ കാണില്ല. അത് ഞാൻ വിചാരിച്ചിരുന്നത് ഫേസ് കാണിക്കേണ്ടതാണ്. ഇതുപോലെ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ വന്നപ്പോ കാണിക്കേണ്ടി വന്നു. എനിക്ക് കാണിക്കണ്ടായിരുന്നു ഇപ്പോഴും തോന്നാറുണ്ട്. ഇല്ല, കാരണം അല്ല, അതൊരു ക്യൂരിയോസിറ്റി ആണ് ആൾക്കാർക്ക്. അപ്പൊ താങ്കളെ കണ്ടാൽ തിരിച്ചറിയില്ല ഫോട്ടോ എടുക്കാനുള്ള ടെൻഡൻസി. കാരണം പഴയ കാലത്തിനെ അപേക്ഷിച്ച് പണ്ടൊക്കെ ഒരു ക്യാമറ എടുക്കുക, ഒരു ഫോട്ടോ എടുക്കാന്നൊക്കെ വലിയൊരു കാര്യമായിരുന്നു. പക്ഷെ മൊബൈൽ വന്നപ്പോൾ ശരിക്കൊരു സുഖം എന്നുള്ളതിലുപരി ഒരു ഫോട്ടോഗ്രാഫിയുടെ ഒരു പ്രാധാന്യം നഷ്ടപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് താങ്കളെ പോലെ ഒരാൾ ചങ്കൂറ്റത്തോടു കൂടി കടന്നു വന്നുകൊണ്ട് ഒരു നല്ല രീതിയിലുള്ള ഒരു ഫോട്ടോസ് എടുത്താലാണ് അതിന്റെ ഒരു ഭംഗി എത്തുള്ളൂ എന്ന് മനസ്സിലായത്. കാരണം പിന്നെ നമ്മള് ഇങ്ങനെ പ്ലാൻ ചെയ്തിടുന്നല്ലോ. ഞാൻ ഇപ്പൊ നിങ്ങൾ വരുന്നേക്ക് മുമ്പ് ഞാൻ 2 റീൽ എടുത്തോളാം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിച്ച് റീൽ എടുക്കണം. അപ്പൊ ഫോട്ടോ എടുക്കാൻ ഇഷ്ടമുള്ളവർക്ക് തന്നെ ക്യാമറയിൽ ഫോട്ടോ എടുക്കാൻ പറ്റാത്തവർക്ക് കുറെ പേരുണ്ടാവും. അപ്പൊ അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതായത് ഇങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഇതൊക്കെ ഒരു ഇതിന്റെ ഭാഗമാണല്ലോ. ഇപ്പൊ നമുക്കിപ്പോ സോഷ്യൽ മീഡിയയിൽ നിന്നുള്ള വരുമാനം, അതല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് ഇപ്പൊ വർക്കുകൾ ചെയ്യാൻ പോകുന്നുണ്ടോ? അതെ, ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്റെ ഒരു മാർക്കറ്റിംഗ് പോലെയാണ്. ഈ വീഡിയോ കണ്ടാണ് നമുക്ക് വർക്കുകൾ വരാം. അങ്ങനെ പിന്നെ ടൈപ്പിലുള്ള വർക്കുകളാണ് എല്ലാ ഇവന്റ്സും ചെയ്യുന്നുണ്ട്. മാരേജ് എല്ലാ വർക്കും ചെയ്യും. ക്യാമറ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ചെയ്യും. മാരേജിനും ഇവന്റുകളൊക്കെ എടുക്കാൻ ടീമുകളുണ്ട്. ചെറിയ വർക്കാണെങ്കിൽ ഞാൻ പോവുള്ളൂ. അങ്ങനെ തിരക്കില്ലെങ്കിൽ. നമ്മുടെ ചാനൽ പരിധി എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ പാലക്കാട് ജില്ലയാണ്. ഞങ്ങളെ ഒരുപാട് നേരം കാത്തിരുന്നു. ആദ്യം അതിന് ക്ഷമ ചോദിക്കുകയാണ്. നമ്മള് ഒരു എന്തായാലും ഇനി നമുക്ക് കണ്ടുമുട്ടാം, റീൽസുകളായിട്ട് പോട്ടെ അല്ലെ. ഈ പ്രേക്ഷകരോട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാറുണ്ടോ ഈ ഒരു അനുഭവം? അതായത് ഇത്രയും നാള് ഒരുപാട് പേരുടെ വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ, ആ ഒരു ഇതില്
പറയാനുള്ളത് പ്രേക്ഷകരോടാണ്. ആക്ച്വലി ഞാൻ ആകെ ഒരു 190 ഫോളോവേഴ്സാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇത് സ്റ്റാർട്ട് ടൈം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ 6 ലക്ഷം ഫോളോവേഴ്സ് എത്തിച്ചേർന്നത് നിങ്ങളുടെ മാത്രം സപ്പോർട്ടാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുന്ന കാര്യം നിങ്ങൾ കാണുന്നു, അത് കാരണമാണ് നമുക്ക്. പിന്നെ വേറൊരു കാര്യമുള്ളത്, ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയാൽ നമ്മൾ ആൾക്കാർ തിരിച്ചറിയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഭയങ്കര സന്തോഷമാണ് എനിക്കിപ്പോൾ. നമ്മളെ ലിംസ് ചേട്ടനല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ വരും. അപ്പോൾ അതൊക്കെയാണ്, ഭയങ്കര സന്തോഷമാണ്. താങ്ക് യു. എന്തായാലും എല്ലാവിധ ആശംസകളും ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ. താങ്ക് യു. നമസ്കാരം. നമ്മൾ ഇന്ന് പരിചയപ്പെട്ടത് ലിംസനൊപ്പമാണ്. അതായത് മലയാളിക്കൊരു പുതിയ അനുഭവം, അതല്ലെങ്കിൽ പുതിയൊരു കാഴ്ച സമ്മാനിച്ച സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ. ശരിക്കും ഈ ഒരു സംഭവത്തിലൂടെ ഒരുപാട് പേര് ഈ മേഖലയിലേക്ക് ഇതിന് താങ്കൾ വന്നതിന് ശേഷം ഉണ്ടായിരുന്നു. എല്ലാ ജില്ലയിലും 2 പേരുണ്ട്. എന്തായാലും ഫസ്റ്റ് ആയിട്ട് കേരളത്തിൽ നമ്മൾ കാണുന്ന, അതല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന എല്ലാവരിലും ആദ്യമായി വന്നൊരു ഫോട്ടോഗ്രാഫർ, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ എന്ന നിലയ്ക്ക് നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. താങ്ക് യു. അപ്പോൾ കണ്ടതിൽ സന്തോഷം. ഞങ്ങൾ കുറച്ച് നാളായിട്ട് പ്ലാനിങ്ങിലായിരുന്നു, പക്ഷെ 2 പേർക്കും തിരക്കായിരുന്നു. തീർച്ചയായും. അപ്പൊ ഇന്നലെ പിന്നെ ഞാൻ വിളിച്ച ആൾ എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് ഇപ്പൊ കണ്ടുമുട്ടിയിട്ടുള്ളത്. സന്തോഷം. നിങ്ങളുടെ ചാനലും കാര്യങ്ങളും കണ്ടന്റും ഒക്കെ അടിപൊളിയാവട്ടെ. നല്ല വാർത്തകൾ എത്തിക്കുന്ന ഒരാളാണ്. നമ്മൾ കാണുന്ന പല വാർത്തകളും ആളായിരിക്കും എടുത്ത് സെറ്റ് ചെയ്ത് അയച്ചിട്ടുണ്ടാവുക. അപ്പോൾ അതും ഓൾ ദി ബെസ്റ്റ്. ഓക്കെ. അപ്പോൾ ഇതുപോലുള്ള വാർത്തകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടാം. തൃശ്ശൂരിൽ നിന്നാണ് ലിംസൺ, സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ ലിംസനൊപ്പമാണ് രാഹുൽ വാണിയമ്പാറ. പ്രിയ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെട്ട് കേരളത്തിലെ ആദ്യത്തെ പ്രശസ്ത സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ എന്ന് വിശേഷിപ്പിക്കുന്ന ലിംസൺ സി തോമസിൻ്റെ വിശേഷങ്ങളാണ്. അങ്ങനെ കൂട്ടത്തിൽ ഞങ്ങൾക്ക് ഒരു അടിപൊളി കിട്ടുക്കാച്ചി ഫാമിലി ഫോട്ടോ എടുത്ത് തന്നിട്ടുണ്ട്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ലിംസൺ സി തോമസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കാം. ഇതുപോലുള്ള വാർത്തകളും വിശേഷങ്ങളുമായിട്ട് ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. നമ്മുടെ ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.